തന്നെ വലിയ സൗണ്ടാണ് കേട്ടത്. ഞെട്ടിപ്പോകുന്ന സൗണ്ടാണ് ഇവിടെ വന്നത്. ഞാനിത് ഇതിൽ തന്നെയാണ് താമസം. ഇടിമുഴക്കത്തിലൊന്നും കേൾക്കാത്ത രീതിയിൽ ഇടിമുഴുക്കൊന്നും ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ. ഇപ്പം അതുപോലെ ഒരു സൗണ്ടാണ് ഇവിടെ വന്നത്. എത്ര ദൂരത്തേക്ക് ഇത് പോയിട്ടുണ്ട്? ഇത് എത്ര ദൂരത്തേക്ക് ഒരു 10-20 ഇപ്പൊ വയനാട് എല്ലാരും പറയണ കേട്ടിട്ട് വയനാടിന്റെ മിക്ക ഏരിയകളിൽ ഈ സൗണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. മിക്ക ഏരിയകളും വയനാട്ടില് പല ഭാഗത്തും ആളുകൾ ഇപ്പൊ 2-3 വേറെ പഞ്ചായത്തിൽ നിന്ന് തന്നെ അറിയുന്ന മെമ്പർമാർ സൗണ്ടുകൾ കേട്ടിട്ടുണ്ട്. ചീരാൽ ഭാഗത്തടക്കം സൗണ്ട് കേട്ടു എന്നാണ്. എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ്? ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാ മേഖലകളിലും ഈ സൗണ്ട് ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരു സൗണ്ട് ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. ആശങ്കയുണ്ടോ? ആശങ്കയുണ്ട്. ഒന്നാമത് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കുലുങ്ങിയിട്ടുണ്ട്. ചേട്ടൻ കേട്ടിട്ടുണ്ട്? ഞാൻ ഈ വീട്, ഇതാണ് എൻ്റെ വീട്. പിന്നെ ഒരു 10:10 10:10, 10:15 അതിൻ്റെ ഇടയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകൾ ആ സമയത്താണ് വിളിക്കുന്നത്. അന്നേരം 10:20 ആൾക്കാർ വിളിച്ചു തുടങ്ങുന്നത്. വീട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ? ഡിവിഷൻ മെമ്പറാണ്. താങ്കൾക്ക് അനുഭവപ്പെട്ടോ? അത് ഇല്ല, ഞാൻ പുറത്തായിരുന്നു. അന്നേരമാണ് ആളുകൾ ഒരു 10:25 ആളുകൾ വിളിക്കുന്നത്. 10:10, 10:15 അനുഭവം വെച്ചോ ആൾക്കാർക്ക് ഒരു ആശങ്ക. മൊത്തത്തിൽ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ പേടിച്ചിരിക്കുന്ന സമയമാണല്ലോ. അത് സമയം വെച്ചോക്കും എല്ലാവർക്കും ഒരു ആശങ്ക. ഇങ്ങനെ ഞാനിപ്പോൾ എടക്കൽ ഗുഹയിൽ അവിടെ ചാർജുള്ള ആളാണ്. ഇപ്പോൾ എടക്കൽ ഗുഹേൻ്റെ ഉള്ളിൽ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലീനിങ് പരിപാടിയോ അതുപോലെ തന്നെ ടാങ്കുകളിലും മറ്റു കാര്യങ്ങളും സ്റ്റാഫുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ ഒരു രീതിയിലുള്ള ഒരു പ്രതിഫലനമൊന്നും ഉണ്ടായിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫോൺ കൂടി വരുമ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ. ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നൽകുന്നുണ്ടോ? എന്താ സംഭവിച്ചത്? വിശദീകരണം തൽക്കാലം മാറ്റിപ്പാർപ്പിങ്ങിനെ കുറിച്ച് ആലോചിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മാറ്റിപ്പാർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സാഹചര്യമില്ല നിലവിൽ. എല്ലാം നടന്നുകൊണ്ട് ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. അടുത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നെന്നുള്ള ആ പേടിയിലാണില്ല ജനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്കൂളുകളൊക്കെ ജനങ്ങളുടെ കുട്ടികളുടെയൊക്കെ പരിഭ്രാന്തി മാറ്റണമല്ലോ. ഇപ്പോൾ പോരാത്ത ന്യൂസുകളൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ സ്റ്റാഫ് മാറ്റി സ്കൂളുകൾ, ഈ പ്രദേശത്തുള്ള സ്കൂളുകൾ മുഴുവൻ പിരിച്ചുവിട്ടു. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ പ്രദേശത്തൊക്കെ പണിയെടുക്കുന്നവരൊക്കെ മാറ്റി. അങ്ങനെ അവരുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി വീടുകളിലേക്ക് പോയിക്കോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ജനങ്ങൾ പരിഭ്രാന്തിയിലാണുള്ളത്. ഇപ്പോൾ ജിയോളജി വകുപ്പിന് ആദ്യം ചെയ്തപ്പോൾ RIRC ജിയോളജി വകുപ്പിന് വിവരം അറിയിച്ചു. അപ്പോൾ ജിയോളജി വകുപ്പ് പുറപ്പെട്ട് ഇപ്പോൾ കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഓൺ ദ വേ ആണ്. ഏതാണ്ട് ഒരു 5-10 നിമിഷങ്ങളിൽ അവർ ഇവിടെ എത്തും. സ്വാഭാവിക ഒരു കൺഫർമേഷൻ പറയാൻ പറ്റുന്ന ഈ ജിയോളജി വകുപ്പിനാണ്. അപ്പോൾ അവർ വന്നെങ്കിലേ ബാക്കി ആരും വന്നിട്ട് കാര്യമില്ല. അവർ വന്ന് ഇതെന്താണ് ഇതിൻ്റെ പ്രശ്നം, ആളുകളുടെ ആശങ്ക മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ ജിയോളജി വകുപ്പ് വന്ന ഉടനെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുന്ന തോന്നുന്നു. അംഗൻവാടി സ്കൂളെല്ലാം വിട്ടു, ജോലിക്കാരെ പിരിച്ചുവിട്ടു, അംഗൻവാടി വിടിവിച്ചു, ഇടയ്ക്കൽ സ്കൂൾ വിടിവിച്ചു. അതൊക്കെ താൽക്കാലത്തേക്ക് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ആളുകൾ ഇപ്പോൾ റോട്ടിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. വലിയ ആശങ്ക, പ്രത്യേകിച്ചും ഈ ചുരൽമല ഉൾപ്പൊട്ടൽ സാഹചര്യമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഒരു ചെറിയ ശബ്ദം പോലും വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ആ നിലയ്ക്കാണ് ഇപ്പോൾ വലിയ മുൻപൊന്നും കേൾക്കാത്ത രീതിയിലുള്ള വലിയ ഇടിമുഴക്കം പോലുള്ള ശബ്ദം ഇവർ കേട്ടത്. അതിന്റെ പരിഭ്രാന്തി നാട്ടുകാർക്കുണ്ട്. ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരമുണ്ട്. തൽക്കാലത്തേക്ക് ഇപ്പോൾ സ്കൂളുകൾ, പ്രദേശത്തുള്ള സ്കൂളുകൾ വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അംഗൻവാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. തൊഴിൽശാലകളിൽ നിന്നൊക്കെ തൊഴിലാളികളോട് വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു മുൻകരുതൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വലിയ രീതിയിൽ ആളുകളെ ഒന്നായി മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ നമ്മോട് പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുണ്ട്, അവരുൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി നാട്ടുകാരുടെ ആശങ്ക മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ജനങ്ങൾ പരിഭ്രാന്തരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിലൊക്കെ ഇനി എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണമൊക്കെ ജിയോളജി വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്.